കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഒട്ടും ഇഷ്ടമല്ലാണ്ടിരുന്നതും പിന്നീട് എനിക്കേറെ പ്രിയപ്പെട്ടവരായി മാറിയ കുറച്ച് പേരാണ് കേട്ടോ ഈ കിടന്ന് തുള്ളിക്കളിക്കുന്നത്. ഇവന്റെ പേര് കൈതക്കൊരേന്നാണേ. എന്നെ സംബന്ധിച്ച് തോട്ടിലെ മീനെല്ലാം ഒരു കാലത്ത് മാനത്തുകണ്ണിയായിരുന്നു. മാനത്തുകണ്ണിക്കിപ്പുറം വിശാലമായ ഒരു മീൻകൂട്ടം ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നാണ് കേട്ടോ അറിഞ്ഞത്. ഇവന്മാരെ തൊടാനേ കുറച്ച് പാടാണ് കേട്ടോ. പാടെന്ന് വെച്ചാ മുള്ളൊന്നുമില്ല കേട്ടോ. ഇവന്മാർക്ക് ഒരുമാതിരി വഴുവഴുപ്പാണേ. കയ്യിൽ നിന്നും തെന്നിപ്പോവും. അങ്ങനെ തെന്നിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചാമ്പൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ചാമ്പല്, കൊല്ലത്ത് ചാമ്പല്, അങ്ങ് അടൂരത്തെ ചാരം. ഈ വക കലാപരിപാടികളിൽ നമുക്കത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ മിനുക്കവണി മൊത്തം ചെയ്യുന്നത് അപ്പോണ്ണനാണേ. ഇവന്മാരെ തിരിച്ചും പിരിച്ചും വെട്ടിയും ഒരുക്കിയും ഒക്കെ ഒരുവിധം കുട്ടപ്പന്മാരാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ എന്റെ കെട്ടിയോൻ. ഇവന്മാരുടെ മിനുക്കുപണികളൊക്കെ ഇത്തിരി പണിയാണ് കേട്ടോ. പണിയാനുണ്ട്, കുറച്ചല്ല കുറച്ചേറെ പണിയാനുണ്ട്. ഇങ്ങനെ തോട്ടുമീനെ പിടിച്ച് വൃത്തിയാക്കുന്നതും കറി വെക്കുന്നതും വറുക്കുന്നതും ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങ് അടൂര് വന്നതിന് ശേഷമാണ് കേട്ടോ. ഇവന്മാർക്കൊക്കെ ഓരോരോ പേരുണ്ടെന്നറിയുന്നതും ഞാൻ അപ്പോഴാണ്. നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്കിത്തരം കാഴ്ചകളൊക്കെ കുറച്ച് പുതുമയുള്ളതാണേ. മുന്നേ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് തോട്ടിലെ മീൻ മാനത്തുകണ്ണി മാത്രമാണ്. ചെറുപ്പത്തില് ഞങ്ങൾ തോട്ടീന്ന് മാനത്തുകണ്ണിയെ പിടിച്ചോണ്ട് വരും. എന്തിന്? വളർത്താൻ. കണ്ണ് തപ്പുമ്പോ ഉണ്ടല്ലടാ ഇവന്മാര് ചാടിപ്പോവും. ആട് കിടന്നിട്ട് ഒരു പൂട പോലും കാണില്ല. പിന്നീട് ഇവന്മാരെ കാട്ടിത്തരുന്നത് ഉറുമ്പിൻകൂട്ടമായിരിക്കും കേട്ടോ. അപ്പോഴേക്കും ഇവന്മാര് വടിയായിട്ടുണ്ടാകും. പിന്നീട് ഇവന്മാര് ഒരു തീപ്പെട്ടിക്കൂടിൽ കിടത്തി ശവമഞ്ചി യാത്രയൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ, അതൊക്കെ ഒരു കാലം. ഇങ്ങനെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ എത്രയെത്ര മനോഹരമായ നൊക്ലാച്ചിയകൾ. കഥ പറഞ്ഞ് കുറെ അങ്ങ് പിറകിലേക്ക് പോയല്ലേ. കമോൺ, നമുക്ക് വർത്തമാനകാലത്തിലേക്ക് പോവാം. ഇവിടിപ്പോ ഏതാണ്ട് 2-3 മീനിന്റെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ അടുത്ത് തന്നെ പടം പിടിക്കാൻ നിൽക്കുന്നുണ്ടേ. പറഞ്ഞു വരുന്ന എനിക്കിതിത്തിരി എളുപ്പമാണ്. എന്നാലും വൃത്തിയാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇതിത്തിരി പണിയല്ലേ. അപ്പോ ആള് സമയമെടുത്ത് പതുക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ആദ്യ സമയത്തൊക്കെ ഇങ്ങനെ തോട്ടുമീനില് ചാമ്പലൊക്കെ ഇട്ട് കഴുകുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ ആയിരുന്നു കേട്ടോ. എന്തോ പോലെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കണ്ടിട്ടും കൂട്ടിയിട്ടും ഒന്നുമില്ല. അപ്പോ അതിന്റെ ഒരു ഇത്. എന്നാലും കാശിക്കുട്ടനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമില് നമുക്കൊരു കൊതി തോന്നില്ലേ, ഈ യാക്കെന്ന് പറയുന്നത്. അങ്ങനെ യാക്കം തോന്നിയാണ് കേട്ടോ ആദ്യമായിട്ട് ഇവനെ ഒന്ന് രുചിച്ചു നോക്കിയത്. ഇവനെ രുചിച്ചു നോക്കിയപ്പോഴേ ഞാൻ താണ്ടടാ ഫ്ലാറ്റായി. ദേ പറയുമ്പോ തന്നെ ഉണ്ടല്ലോ നാക്കിന്റെ തുമ്പത്തിവന്റെ രുചി വന്നങ്ങ് പോയി. അങ്ങനെ കുറേ നേരത്തെ മിനുക്ക് പണികൾക്ക് ശേഷം ഇവന്മാരെയൊക്കെ ഏതാണ്ട് ഒരുവിധം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. ഈ വൃത്തിയാക്കലും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ചാരത്തിലുള്ള വൃത്തിയാക്കൽ കഴിഞ്ഞ പിന്നെ ഇവന്മാരെ വൃത്തിയാക്കുന്നത് വെള്ളത്തിലിട്ടാണ് കേട്ടോ. ഇവന്മാരെ നന്നായി കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കണം.
നന്നായി ഉപ്പിട്ട് കഴുകി വൃത്തിയായി 4-5 വെള്ളം കുളിപ്പിച്ച് നന്നായി വരഞ്ഞു വച്ചിട്ടുണ്ടേ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയുള്ള കലാപരിപാടികളൊക്കെ അങ്ങ് അരങ്ങത്ത് നിന്നും അടുക്കളയിലേക്കാണേ. ഇവന്മാരെ ഒരുക്കാൻ അങ്ങനെ ഒരുപാട് മസാലക്കൂട്ടുകളൊന്നുമില്ല കേട്ടോ. ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചേറെ കുരുമുളക് പൊടി, പിന്നീട് ഇത്തിരി ഉപ്പ്, പിന്നിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത ബെസ്റ്റ്. ഉണക്കയിഞ്ചി ആയതുകൊണ്ട് ഈ ചതയില് അങ്ങോട്ട് ഒത്തില്ല കേട്ടോ. അതുകൊണ്ട് ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ചുക്കുപൊടി ഇട്ടിട്ടുണ്ടേ. ഈ പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇവന്മാരുടെ മേലാകെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇവന്മാരെ ഒരു 10-15 മിനിറ്റ് അരപ്പ് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടേ. എന്നിട്ട് ഇവന്മാരെ തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ.